എന്നങ്ങനെ ബോൺസായി പോട്ടിൽ ഞാൻ വെറുതെ ഇട്ട് കൊടുത്ത ഒരു നമ്മുടെ അഡീനിയം വിത്തുണ്ടല്ലോ, ആ തൈയിന് ഞാൻ ഇന്ന് മോചിപ്പിച്ചാലോ എന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതിനെ പതുക്കെ ഇതുപോലെ വിരലുകൊണ്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ മൂപ്പർ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു നല്ല അടിവേരൊക്കെ ഉണ്ടാവുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതുപോലെ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ നല്ലൊരു കേടിൻ്റെ ഒരു ബോട്ടിലുണ്ടായിന്. അതിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കൊക്കോ പീറ്റും ഒരിച്ചിരി നമ്മുടെ മണലൊക്കെ നിറച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതിൽ നിറച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ആ തൈ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്ത്, എന്നിട്ട് അതിൽ നല്ല വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഞാനത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ വിത്തിട്ട് മുളച്ച് അതിലിഞ്ഞ് പൂവിടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. വിത്തിട്ട് അത് കിളിർത്ത് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിതുപോലെ ഇങ്ങനെ മാറ്റി വെക്കുന്ന ടൈമിൽ അതൊരു വേറൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വലുതായിട്ട് പൂവൊക്കെ വരുന്ന സമയത്ത് അത് പ്രത്യേക സന്തോഷം തന്നെ കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ നമ്മളെ ഡുഡുണ്ട് അവിടെ കളിക്കുന്നത്. അപ്പം മിട്ടുണ്ടല്ലോ അവിടെ വന്നിക്കണ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കളിയാട്ടോ. വേറെ ഒന്നുമില്ല, ഷീറ്റിൻ്റെ പുറകിൽ പോയിട്ട് ഒളിച്ച് കളിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവിടെ കേട്ടോ അതിനെ വെച്ച് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് വളരട്ടെ. ഓക്കെ, ബൈ.